ഇവിടെ എന്തൊരു പാടുണ്ടല്ലോ. ഇനിയിപ്പോ 2 ദിവസത്തേക്ക് അത് അവിടെ ഉണ്ടാവും. ഹലോ ഗൈസ്, അപ്പോൾ C4 കപ്പിൾസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കമൻറ്റ് ബോക്സിലൊക്കെ നമ്മൾ ഒരുപാട് പേര് പൃഥ്വിട്ടൻ്റെ കാര്യം ചോദിക്കുന്ന സമയത്ത് പൃഥ്വിട്ടൻ്റെ ഡെയിലി റൊട്ടീൻ എന്തൊക്കെയാണ് കഴിക്കുക, കുഞ്ഞിന് എന്ത് സോപ്പാവും യൂസ് ചെയ്യുക, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ ഒരു ചെറിയ വീഡിയോ ചെയ്യാണ്. ആദ്യം നമ്മൾ ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ പൃഥ്വിട്ടൻ കുരുപ്പിനെ ഒന്ന് കുളിപ്പിക്കാൻ പാടുണ്ടല്ലോ. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാലേ കൊതുകുത്തിയതാ. കൊതുകോ? ഇന്നലെ രാത്രി കിടക്കാൻ നേരത്തെ കുത്തിയതാ. സന്ധ്യാസമയം ആയി കഴിയുമ്പോഴത്തേനും ഭയങ്കരമായിട്ട് കൊതുകുണ്ട് ഇവിടെ. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമുക്ക് കുളിപ്പിക്കാം. അപ്പൊ ആരെന്താ ഇട്ടേക്കുന്ന ഡ്രസ്സ് സമ്മതിക്കണില്ല, കൈ നൂത്ത് പിടിക്കും. ഞാൻ മടക്കിയിട്ട് എടുക്കാൻ നോക്കുമ്പോഴത്തേനും എടാ നിന്റെ കൈ വിളിച്ചാടോ. ആമസോണിൽ നിന്ന് വാങ്ങിയ ഒരു സ്നെഗ്ഗിയാണ് കേട്ടോ, ബംടമിന്റെ തുണിയുടെ. ഞാൻ അധികം നേരം ഇട്ട് കൊടുക്കാറില്ല കേട്ടോ, അവന് അധികം നേരം ഈർപ്പം തട്ടാൻ പറ്റത്തില്ല, റാഷസ് ഉണ്ടാകുന്നുണ്ട്. കുറച്ച് നേരം കൂടിപ്പോയി ഒരു 2 മണിക്കൂർ ആ ടൈമിങ്ങിലൊക്കെ ഇട്ട് കൊടുക്കാറുള്ളൂ. ഭയങ്കര റാഷസിന്റെ പ്രോബ്ലം ഉണ്ട്. ചെക്കൻ അപ്പി ഇട്ടുണ്ട് ഇതിന്റെ ഇടയില്. ഏടാ ഭയങ്കര ഒരപ്പിയൊക്കെ ഇട്ടിട്ട് അവന്റെ മുഖം നോക്കിയൊക്കെ എങ്ങനെ ഇരിക്കണെന്നുള്ളത് ഒരു വികാരവും ഇല്ല. ഈറ്റക്കൂട്ടിനെ ആപ്പിക്കൂട്ടിനെ നമ്മൾ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി കുളിപ്പിക്കാം. എണ്ണ തേക്കാണ്. അപ്പൊ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് നല്ല പാരച്ചൂട്ടിന്റെ എണ്ണയാണ്. ഇതാകുമ്പോ എന്താ ഗുണം? നല്ല കോക്കനട്ട് ഓയിൽ. നല്ല കോക്കനട്ട് ഓയിൽ സ്മെല്ല് തന്നെ നല്ല സ്മെല്ലല്ലേ കുഞ്ഞു? എന്തോടെ കടാ എടാ എണ്ണയാടാ വയറ്റിന്ന് ഇപ്പൊ പോയതിനെക്കാട്ടി നന്നായിട്ട് പോകും. പിന്നെ ഞാനൊരു കാര്യം പറയുകയാണെങ്കിൽ എൻ്റെ കുളിപ്പീരും ഞാനിവരെ നോക്കുന്ന രീതിയൊന്നും മറ്റേ പണ്ടത്തെ കുറേ ആൾക്കാരിങ്ങനെ എന്തൊക്കെയോ പറയുമല്ലോ, അതൊന്നും ഞാൻ ശ്രദ്ധിക്കാറില്ല. അപ്പോൾ അവരൊക്കെ വന്നിട്ട് കുറേ റൊട്ടീനും കാര്യമൊക്കെ പറയല്ലോ. കൊച്ചിൻ്റെ കാല് അങ്ങനെ എടുത്തിടണം, മൂക്ക് തന്നെ നോക്കിയറിയാം. അവൻ്റെ അച്ഛൻ്റെ മൂക്ക് അവന് വരത്തുള്ളൂ. ഈ കഴുത്തിൻ്റെ ഇവിടത്തേക്ക് കണ്ടില്ലേ, ഇവിടൊക്കെ നമുക്ക് എത്ര ഇതാക്കിയാലും നമുക്ക് അവിടെ നിന്ന് ഇവർ സമ്മതിക്കത്തോ ഇല്ല, കിടന്ന് ഇറങ്ങിക്കൊണ്ടേയിരിക്കും. അങ്ങനെ നമ്മൾ ശരിക്കും പോവാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക. പിന്നെ മെയിനായിട്ട് കുഞ്ഞുങ്ങളുടെ ചുണ്ടാനീൻ്റെ ഭാഗത്തേക്ക് നോക്കണം, നന്നായിട്ട് കെയർ ചെയ്യണം. അവരുടെ ഈ പിടുന്ന ഭാഗത്തും മൂത്രമൊഴിക്കുന്ന ഭാഗത്തും ഒക്കെ നന്നായിട്ട് അഴുക്ക് എപ്പോഴും ഇല്ലാതെ സൂക്ഷിക്കണം. എന്നാലേ അവിടെയൊക്കെ നല്ല വൃത്തിയിലിരിക്കത്തുള്ളൂ. അല്ലെങ്കിൽ അവർക്ക് എപ്പോഴും എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഓരോ ഇൻഫെക്ഷനും കാര്യമൊക്കെ വരും. പ്രത്യേകിച്ച് ഈ ഡയപ്പറൊക്കെ ഇടുമ്പോഴത്തേനും ചിലരൊന്നും അത് ശ്രദ്ധിക്കത്ത പോലും ഇല്ല, അങ്ങനെ ഓരോ അസുഖങ്ങളൊക്കെ വരും. അപ്പോൾ നമ്മൾ മാക്സിമം കുളിപ്പിക്കാനും നേരമൊക്കെ നന്നായിട്ട് കെയർ ചെയ്ത് കൊടുക്കണം. എന്താണ് ഈ നല്ല തണുത്ത വെള്ളമൊക്കെ നിങ്ങളുടെ ദേഹത്ത് വീഴുമ്പോൾ അവർക്ക് ഓൾറെഡി ഒരു കരച്ചിലുണ്ടാവും. അപ്പം ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് വെട്ടി വെള്ളം തിളപ്പിക്കത്തോ ഇല്ല, ഇങ്ങനെ കൈയിട്ട് നോക്കിക്കഴിഞ്ഞാൽ തണുപ്പ് പോയി ആ ഒരു രീതിയിൽ വെള്ളം തിളപ്പിക്കുന്നു. ഒന്ന് സ്റ്റൗവിൽ വെച്ച് തിളയ്ക്കാനായിട്ട് എടുത്ത് വെച്ചിട്ട് അതുപോലെ തന്നെ മാറ്റും, അത്രേ ഉള്ളൂ. അല്ലാതെ വെള്ളത്തിന് ഭയങ്കര തണുപ്പ് കൊടുക്കത്തില്ല, ഭയങ്കര ചൂടും കൊടുക്കത്തില്ല. നോർമൽ വാട്ടർ ഇല്ലേ, അത് കാരണം കരയത്തില്ല. ഇത് അങ്ങനെയില്ല, പൃഥ്വിയുടെ ദേഹത്ത് വെള്ളം ഒഴിച്ചു, പക്ഷെ അവൻ കരയുന്നില്ല. അപ്പം ഞാൻ യൂസ് ചെയ്യുന്ന സോപ്പ് ഇത് കുറേ നാളായി, എന്നാലും ഞാൻ യൂസ് ചെയ്യുന്നത് ഹിമാലയയുടെ സോപ്പാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. എനിക്ക് യൂസ് ചെയ്തിട്ട് അങ്ങനെ സ്കിൻ പ്രോബ്ലംസ് ഒന്നും എനിക്കിതുവരെ ഫീൽ ചെയ്തിട്ടില്ല. കുറേ വർഷമായിട്ടുള്ള ബ്രാൻഡല്ലേ, വലിയ കുഴപ്പമൊന്നുമായിട്ട് എനിക്ക് തോന്നിയിട്ട്. അപ്പോൾ ഹിമാലയയുടെ പ്രോഡക്റ്റ്സ് ആണ് സത്യം പറഞ്ഞാൽ എല്ലാം യൂസ് ചെയ്യുന്നത്. മൊത്തത്തിൽ ഇവന്റെ സ്കിന്നിൽ ഉപയോഗിക്കുന്ന ഹിമാലയയുടെ പ്രോഡക്റ്റ്. അതാ ഇനിയിപ്പോൾ 2 ദിവസത്തേക്ക് അത് അവിടെ ഉണ്ടാവും. കക്ഷത്തിന്റെ ഭാഗത്ത്, കഴുത്തിന്റെ മടക്ക്, ചെടിയുടെ പുറകില്, അങ്ങനെയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് അധികം നേരം നമ്മൾ സോപ്പിട്ട് അങ്ങനെ അങ്ങ് ഉണ്ടാക്കുന്നില്ല കേട്ടോ. അപ്പൊ നമുക്ക് ഇനി കുളിപ്പിച്ചെടുക്കാം. അപ്പൊ നമ്മുടെ പൃഥ്വിട്ടന്റെ കുളി ഇന്ന് കഴിഞ്ഞേക്കാണ്. ഇനി നമുക്ക് തോർത്തണം, അധികം നേരം വെക്കണ്ട, ചിലപ്പോൾ തണുപ്പ് പിടിച്ചാൽ. തുടച്ചു കൊടുക്കാണ്. അപ്പം ഭയങ്കരമായിട്ട് അമർത്തി തുടയ്ക്കരുത് കേട്ടോ. അമർത്തി തുടച്ച് ഇവിടെ ഒന്ന് ഇപ്പോഴും ശരിക്കും സത്യം പറഞ്ഞ് ഉറച്ച് നമ്മൾ ജസ്റ്റ് പതിയെ ഒന്ന് ആ തുണി ഇട്ടൊന്ന് എന്താണ് വാശി കൊടുക്കൂ വാശിക്കാരെ. ഇനി കുറച്ച് നേരത്തെ കേട്ടോ. ഇപ്പൊ മോനും കുളിച്ചു, അമ്മയും കുളിച്ചു. സത്യം വെള്ളം തട്ടി നീ എനിക്ക് പ്രത്യേകിച്ച് കുളിക്കൊന്നും വേണം. ഈ കൊച്ചുകുട്ടികളെ കുളിപ്പിച്ച് കഴിഞ്ഞിട്ടെ എടുത്ത് പൗഡറൊക്കെ ഇട്ട് ഒരുക്കിയൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് എടുത്ത് ഉമ്മ വെച്ചൊക്കെ വേണം. എനിക്ക് ഭയങ്കര ഇഷ്ടം.
ഇനിയിപ്പോൾ നമുക്ക് റൂമിൽ കൊണ്ടുപോയിട്ട് ഇനി അയ്യോ പൗഡർ ഇടണം, പിന്നെ ക്രീമൊക്കെ പറ്റാനുണ്ട്. യെസ്, ഞങ്ങൾ ഒരുക്കി ഡ്രസ്സൊക്കെ ഇട്ട് ഷൂണ്ടരെ കൂട്ടപ്പനായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അല്ലേ, നമുക്കും കാണണ്ടേ അല്ലേ, നമുക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ബ്രത്തുവിനെ കുളിപ്പിച്ചെടുത്തു. അപ്പോൾ നിങ്ങൾ കുറച്ച് പ്രോഡക്ട്സ് ഒക്കെ ഉണ്ട് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് കരുതി. അപ്പോൾ ഇതാണ് നമ്മൾ തൃക്കൂട്ടിന് യൂസ് ചെയ്യുന്ന ഡയപ്പർ. ഇതാണ്, അതായത് പാമ്പേഴ്സിന്റെ ആണ്. ആന്റി റാഷ് ബ്ലാങ്കറ്റ് എന്നാണ് ഇതിന്റെ ആ ഒരു, എന്ന് വെച്ചാൽ ആലുവേറ ലോഷൻ ഒക്കെ ഇതായിട്ടുണ്ട്. അപ്പോൾ ഇത് കാരണം എനിക്ക് എൻ്റെ പേഴ്സണലി ഉള്ള അനുഭവം വെച്ചിട്ട് വേറെ ഡയപ്പറിനെക്കാട്ടിലും ഏറ്റവും കൂടുതൽ എനിക്ക് നന്നായി തോന്നിയിട്ടുള്ളത് പാമ്പേഴ്സിന്റെ ഈ ഒരു ഡയപ്പറാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരു എത്ര എണ്ണത്തിന്റെ 64 പീസിന്റെ ലാർജ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ 64 പീസിന്റെയാണ് വാങ്ങിച്ചത്. ഇനിയിപ്പോ കൂടി പോയി കഴിഞ്ഞാൽ ഒരു 10-13 എണ്ണാങ്ങാണ്ട് രാഹുലേട്ടൻ എന്നെ നോക്കിട്ട് എടുത്തിട്ടുണ്ട്. 10-13 എണ്ണാങ്ങാണ്ട് ഉള്ളു. ഒരു മാസം ഏകദേശം ആയിട്ടുള്ളൂ വാങ്ങിയിട്ട്. കാരണം അവൻ അപ്പം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ ഓപ്ഷൻ ഇട്ട് മാറ്റിയേ പറ്റത്തുള്ളൂ. അത് കാരണം അങ്ങനെ ഏകദേശം ഡെയിലി ഒരു 2 എണ്ണം വെച്ചൊക്കെ ഞാൻ യൂസ് ചെയ്യാറ്. അപ്പൊ ഗൈസ്, ആദ്യം ഞാൻ ഈ 3 പ്രോഡക്റ്റ് ഇവൻ ഇത് കൈ കിട്ടി കഴിഞ്ഞാൽ ഉടനെ എടുത്ത് വായി വെക്കണം, എന്നാലും അവന് സമാധാനമാക്കുള്ളൂ. ഈ 3 ഹിമാലയയുടെ ഈ 3 പ്രോഡക്ട്സ് ആണ് ഞാൻ അവന്റെ സ്കിൻ കെയറിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇത് ഡയപ്പർ റാഷ് ക്രീമാണ്. ഓക്കെ, പിന്നെ ഇത് ബേബി ക്രീം. അവരുടെ സ്കിന്നൊക്കെ ഒന്ന് എന്താ നല്ല ഒരു ഇതിൽ സോഫ്റ്റ്നെസ് ആയിട്ടൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നതാണ്. പിന്നെ പൗഡർ. ഇത്രയാണ്. ഞാൻ അവനെ കണ്ണെഴുതി കൊടുക്കൽ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. എനിക്ക് അതിനോടൊന്നും വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ കണ്ണെഴുതി കൊടുക്കൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാറില്ല. അവൻ്റെ എന്താ പറയുക, അവൻ്റെ നാച്ചുറൽ ബ്യൂട്ടിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്രേ ഉള്ളൂ. ഇതൊക്കെയാണ് നമ്മുടെ പ്രോഡക്ട്സ്. അപ്പം ഞാൻ ഡയപ്പറിൻ്റെ റാഷ് ക്രീം ഒന്ന് തേച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഭയങ്കരമായിട്ട് എടുക്കുന്നില്ല. ഇവർക്ക് ഒരു ചെറിയൊരു കോട്ടിങ് മാത്രം അവർ സ്കിന്നിൽ ഈ ഡയപ്പർ റാഷ് ക്രീം, നമുക്ക് റാഷ് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇഷ്ടംപോലെ ക്രീം എടുത്ത് തേക്കാൻ പാടില്ല. പക്ഷെ ഒരു ചെറിയ കോട്ടിങ് മാത്രം അവർ സ്കിന്നിൽ പാടുള്ളൂ. അല്ലെങ്കിൽ അതിരുന്നിട്ട് അത് ആ ഒരു ഇത് കാരണം പിന്നെ റാഷസ് ഉണ്ടാവും. അത് കൂടത്തേ ഉള്ളൂ റാഷ്. ഇനി അടുത്തത് ബേബി ക്രീമാണ് തേക്കാൻ പോകുന്നത്. അത് ജനറലി ഫേസിലും കാലിലും കയ്യിലും ഒക്കെ ഒന്ന് നമുക്ക് ബോഡി ഫുള്ളായിട്ട് എന്ന് വെച്ചാൽ വല്ലാണ്ട് തേക്കരുത്, ഒരു ഇച്ചിരി വീതം ഒന്ന് തേച്ച് കൊടുക്കാം. അതിന് ഞാൻ ആ പടം ഇത്ര എടുക്കുന്നുള്ളൂ കേട്ടോ. സമ്മതിക്കണില്ല. ഈ ക്രീമിന്റെ സ്മെല്ല് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ഒന്ന് കഴുത്തിന്റെ ഭാഗത്തും കയ്യിലും ഒക്കെ ഒന്ന് നൈസായിട്ട് തേച്ച് കൊടുക്കാം. പൗഡർ ഇടാൻ പോവാ, പൗഡർ. എന്നിട്ട് നമ്മൾ ജസ്റ്റ് മൊത്തത്തിൽ ഇടാനുള്ള ഈ ഏരിയ മുഴുവൻ. ഓൻ ആ പാമ്പേഴ്സ് കടിച്ച് തിന്നു. സ്വീറ്റ് ആയിട്ടുണ്ടോ, സ്വീറ്റ് ആയിട്ടുണ്ടോ. നമുക്ക് കുഞ്ഞി കഷത്തിലൊക്കെ എന്നിട്ട് കൊടുക്കും. ഇനി ആ മുഖത്തൊക്കെ അതിൻ്റെ അത് പ്രത്യേകം പൗഡർ ഒന്നും എടുക്കണ്ട കേട്ടോ, കാരണം കണ്ണിലും ഒക്കെ പോകും. അത് കാരണം ജസ്റ്റ് ഒന്ന് തൊട്ട് ഇപ്പം തന്നെ കണ്ടില്ല, അവരുടെ സ്കിന്നിന് ഇത്രയും മതി, വേറെ ഒന്നും വേണ്ട. അധികം പൗഡറൊക്കെ ഇടുന്നത് നല്ലതല്ല. കുഞ്ഞിന് പൗഡർ ഇടുന്ന ഇഷ്ടമല്ലേ? കുഞ്ഞിന്റെ സ്കിന്ന് നല്ല സ്കിന്നായതുകൊണ്ട് പൗഡർ ഇടണ്ടല്ലേ? വെറുതെ മുഖമൊക്കെ ചീത്തയാക്കി കളയാനായിട്ട് പൗഡർ ഒന്നും ഇടും. ഒരു ഉമ്മ തന്നെ. നമ്മൾ ഡയപ്പർ ഇനി ഇരിക്കാൻ പോകണം കേട്ടോ. ഡയപ്പേഴ്സ് ഒക്കെ ഇട്ടു സുന്ദരനായി. ഇനി അടുത്ത നമുക്ക് ഡ്രസ് ഇടാം. അപ്പോൾ നമ്മൾ ഇന്ന് ഇടാൻ പോകുന്നത് ഈ ഡ്രസ്സാണ് കേട്ടോ, വള്ളിനിക്കർ. അച്ഛൻ മലയാളത്തിൽ പറഞ്ഞ വള്ളിനിക്കർ ഇടാൻ പോവാണ് നമ്മൾ. എടുത്തൂട്ടാ. കുറുമ്പ് കയറി. കുറുമ്പ് കാട്ടി കഴിഞ്ഞാൽ ബോബു വരും കേട്ടോ. ബോബു വരും, കോക്കാച്ചി വരും. കുറുമ്പ് കാട്ടുന്ന കുട്ടികളെ കുറുമ്പ് കാട്ടരുത്. അവിടുന്ന് പൊട്ടിഞ്ഞു വന്ന ഇത് പാവാടെ, ഇത് മാത്രം ഇട്ട് കൊടുത്താൽ മതി. അത് വേണ്ട. അങ്ങനെ നമ്മുടെ പ്രത്തൂട്ടൻ ഒരുങ്ങി സുന്ദരനായേക്കാണ്. നിങ്ങക്ക് കാണണ്ടേ? ദേ കാണും. എന്നൊക്കെ പറഞ്ഞോണ്ടൊരു പാട്ടിട്ടല്ലോ. ഉറക്കം വരുന്നടാ. ഉറങ്ങുന്നതുകൊണ്ട് ഉറങ്ങി തൂങ്ങിയിരിക്കും. അവനെല്ലാം പാല് കുടിക്കണം. ഇനി എന്റെ കുഞ്ഞിട്ട് ഉറങ്ങണം. അതന്നെ നമ്മുടെ അടുത്ത റൊട്ടീൻ. അപ്പൊ ഗൈസ്, നമ്മുടെ സത്യം പറഞ്ഞാൽ അവന്റെ ഫുഡ് റൊട്ടീൻ നമുക്ക് ഇത് കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മുടെ ആ ഒരു സ്കിൻ കെയർ റൊട്ടീനൊക്കെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണുമല്ലോ. കുളിപ്പിക്കലും തേക്കുന്ന ക്രീമുകളും കാര്യങ്ങളും എല്ലാം മനസ്സിലായി. അപ്പോൾ നമ്മൾ അടുത്തൊരു ഫുഡ് റൊട്ടീൻ രാവിലെ തൊട്ട് രാത്രി വരെ അവൻ എന്തൊക്കെയാണ് കഴിക്കുന്നത് എന്നുള്ളത് നമ്മൾ വേറൊരു വീഡിയോ ആയിട്ട്. അപ്പോൾ ഈ വീഡിയോ എന്തായാലും ഇത്രേ ഉള്ളൂ. പ്രത്തൂട്ടന്റെ സ്കിൻ കെയർ റൊട്ടീനാണ് നമ്മൾ ഇന്ന് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. ടാറ്റാ.